ബിഗ് ബോസ് കാണാറുണ്ടോ? കാണാറുണ്ട്. ഇപ്പൊ അത് ജയിക്കണം എന്ന് തോന്നുന്ന ഒരു കോണ്ടസ്റ്റന്റ് ജയിക്കണം എന്ന് തോന്നുന്നു ഞങ്ങൾക്ക് രേണുസുതി ജയിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷെ രേണുസുതിക്ക് വയ്യല്ലോ തീരെ. രേണുസുതിക്ക് വയ്യെന്ന അതൊക്കെ ഒരു കണ്ടന്റ് ആണ്, അത് പറഞ്ഞ് മനസ്സിലാക്കാൻ മതി. അല്ല അങ്ങനെ വെറുതെ എനിക്ക് വീട്ടിൽ പോകണം വയ്യാന്നൊക്കെ പറയുന്ന ഒരാൾ ജയിക്കുന്നതിൽ അർത്ഥമുണ്ടോ? അത് ഒരു കണ്ടന്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? അല്ല അവരൊന്നും ചെയ്യുന്നില്ലല്ലോ അവിടെ. രേണുസുതി ജയിക്കണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. ഇപ്പൊ എന്റെ ആഗ്രഹം പോലെ ആയിരിക്കില്ല തന്റെ ആഗ്രഹം. എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഞങ്ങളുടെ ആറാട്ടണ്ണ ജോസ് പേരേരെ ഞങ്ങൾ ആഗ്രഹം ഉണ്ടായിരുന്നു. ആർക്കാണ്? ഉണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു. ബിഗ് ബോസിൽ കയറി കപ്പടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ആ കപ്പോടുന്ന ആറാട്ടണ്ണന്റെ നെഞ്ചത്തേര് വെക്കണമെന്ന് ഒരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. ഞാൻ കയറിയിട്ട് ആറാട്ടന്റെ വീട്ടിൽ കൊടുത്ത കപ്പ് വെക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. വയൽക്കാട് കിട്ടുമെന്ന് അറിയാൻ പോലെ കയറി കഴിഞ്ഞാൽ നല്ലൊരു കണ്ടന്റർ ആയിരിക്കും ഞാൻ. പക്ഷെ അണ്ണൻ എന്റെ സപ്പോർട്ട് ചെയ്യൂല. അണ്ണൻ അലൻ ജോസ് പേരേരെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അവരൊരേ യൂണിവേഴ്സ് അല്ലേ, ഞാൻ കയറിയില്ലേ അല്ല. ഇപ്പൊ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കണ്ടന്റുകൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണ്ടന്റ്, അതായത് നിങ്ങളുടെ ജീവിതവും സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നതും ഒന്നാണോ? അല്ല, വ്യത്യാസമുണ്ട്. റിയൽ ലൈഫിൽ എങ്ങനെയാണ് നിങ്ങൾ? റിയൽ ലൈഫിൽ കുറച്ച് കലിപ്പായിട്ട് ഉള്ള ഒരാളാണ് ഞാൻ. ഡ്രൈവറാണല്ലോ, അപ്പൊ ആ ഒരു ഇതിൽ തന്നെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത് എല്ലാം കോണ്ടന്റിന് വേണ്ടി ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ ഒരുത്തൻ കാണിക്കുന്ന കോമഡിയാന്ന് വെച്ചിട്ട് ഒരുത്തൻ വന്നത്. ഒരുത്തൻ വന്നിട്ട് കൈ പിടിച്ച് ഇറുക്കിയന്റെ. അപ്പൊ ഞാൻ പിടിച്ചിട്ട് ഒരു ഇറുക്കം അങ്ങോട്ട് ഇറുക്കി. അപ്പൊ അവന് മനസ്സിലായി സംഭവം. അതായത് ഇതാക്കി അവനിങ്ങനെ കയറ്റി പിടിച്ചിട്ട് ഷൈക്കൻ്റെ എന്നാ ചില ആൾക്കാരെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു ഇറുക്കി. ഞാൻ എന്ത് ചെയ്ത് കയറ്റി പിടിച്ചിട്ട് ഞാനൊരു ഇറുക്കം അങ്ങോട്ട് ഇറുക്കി. അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ സംസാരിച്ചപ്പോ പറഞ്ഞു, ചേട്ടാ ഇവരുടെ കൂടെ ഒക്കെ നടക്കണം എന്തിനാണ്, ചേട്ടനൊരു ഇതുള്ളതല്ലേ അങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞു. ഞാൻ നിനക്കെന്താന്ന് വെച്ച്, ഞാൻ ആരുടെ നടക്കും, അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, അല്ലേ, ശരിയല്ലേ? അത് നീ തീരുമാനിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. പിന്നെ കൂടുതലും പെരേരുടെ അടുത്ത് തന്നെയാണ് കൂടുതലും ആ പിള്ളേര് പൊട്ടം കളിക്കാൻ പോണ. എന്റെ അടുത്ത് അങ്ങനെ വരാറില്ല. ഇതിപ്പോ 2025 അടുത്ത 5 വർഷം 2030 താങ്കളുടെ ഒരു നില എത്രത്തോളം ആയിരിക്കും താങ്കൾ വിചാരിക്കുന്നത്? താങ്കൾ എവിടെയായിരിക്കും? ഞാന് മിക്കവാറും ഓട്ടോ സ്റ്റാൻഡിൽ തന്നെ ഇരിക്കുന്ന തോന്നുന്നത്. അതൊന്നും പ്രതീക്ഷയില്ലാത്ത ലൈഫില്. അല്ല, എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇങ്ങനെ ഒരു പോയാൽ മതി ഇപ്പൊ ഒരു ആഗ്രഹം. ഓട്ടോ ഓടിക്കുക, നമ്മൾ വണ്ടി ഓടിക്കുക, ആ ഒരു ഇതാണല്ലോ. സിനിമയിലേക്കുള്ള പ്രതീക്ഷ ഞാൻ പറഞ്ഞില്ല. ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഇവരുടെ കൂടെ ഉള്ളത് കൊണ്ടിട്ട് നമുക്ക് അതിന് ചാൻസ് തന്നില്ല. പിന്നെ അണ്ണൻ അവരോട് പറയാം ഇവരോട് പറയാന്നൊക്കെ പറഞ്ഞ്, പക്ഷെ അണ്ണൻ ആരോടും പറഞ്ഞിട്ടില്ല എന്നാ തോന്നുന്നത്. ആറാട്ടന്റെ കാര്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. പുള്ളിക്ക് ഒരുപാട് സിനിമാക്കാരായിട്ട് വരുന്നുണ്ട്. നിന്റെ ആ സിനിമയിൽ ഞാൻ സംസാരിക്കുക, ഈ സിനിമയിൽ സംസാരിക്കാന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. പക്ഷെ ഇതുവരെയായിട്ടൊന്നും കണ്ടില്ല. കൊച്ചിക്കാരന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അമ്മയും പെങ്ങള് കല്യാണം കഴിഞ്ഞ് പോയി. പെങ്ങളുണ്ട്. അല്ലാതെ വിവാഹം ആദ്യം ഇങ്ങനെ സിനിമ ഫീൽഡിലേക്ക് എത്തി അത്യാവശ്യം കാശൊക്കെ ആയിട്ട് വേണം. നമ്മളിപ്പോ ഒരു പെണ്ണ് കെട്ടണമെങ്കിൽ തന്നെ നമ്മുടെ കയ്യിൽ അത്യാവശ്യം സാമ്പത്തികം വേണം. അല്ലാതെ ഒരു പെണ്ണിനെ നമ്മൾ ഇറക്കി കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ, ഒരു പെണ്ണിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളെ ഒരുപാട് പ്രതീക്ഷയോടെ ഇരിക്കും ഒരു പെണ്ണ് കല്യാണം കഴിച്ച് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. പക്ഷെ അവളുടെ പ്രതീക്ഷ നഷ്ടപ്പെടും ഇപ്പൊ എന്നെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ രീതിയിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരാളാണ്. അല്ലാതെയുള്ള സ്ത്രീകളും ഉണ്ടാവുമല്ലോ, അപ്പൊ അവർക്ക് ജോലിക്ക് പോയി കുടുംബം നോക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുള്ള കാലമാണ് ഇപ്പോ. അതെ. പക്ഷെ എനിക്ക് അങ്ങനെ കല്യാണം കഴിച്ച് ഇല്ല. എനിക്ക് ഒന്നാമത്തെ പ്രശ്നം വെച്ചാൽ ഞാൻ കല്യാണം കഴിച്ച് വീട്ടിലിരുത്തണമെന്നാണ് ആഗ്രഹം. വീട്ടിലെ എന്റെ കാര്യങ്ങളൊക്കെ നോക്കി. ഭയങ്കര മോശമല്ലേ ഇന്നത്തെ കാലത്ത്? മോശമില്ലെങ്കിൽ വേണ്ട, കെട്ടണില്ല. അതല്ല സ്ത്രീകൾക്ക് അവരുടേതായ ഫ്രീഡം ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് ജോലിക്ക് പോകാനാണ് ആഗ്രഹിക്കുക, അവർ പോകുന്നത്. അതിന്റെ ആവശ്യമില്ല. ഞാൻ ഒരാൾ പണിക്ക് പോയാൽ പോലെ രണ്ടുപേരും തളം തുടങ്ങി വീട്ടിലേക്ക് വരേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഇപ്പൊ ഞാൻ ഡ്രൈവറാ, വണ്ടിയൊക്കെ ഓടിച്ച് ആകെ പാളിച്ച് വിളിച്ചായിരിക്കും വീട്ടിൽ വന്നത്. അപ്പൊ ആ പെൺകുട്ടിയും ജോലിയും കഴിഞ്ഞ് തളർന്നൊടിഞ്ഞ് വരുമ്പോ ചായ എടുക്കുന്നത് നമുക്ക് അവളോടും പറയാൻ പറ്റില്ല, അവൾക്ക് എന്നോടും പറയാൻ പറ്റില്ല. അപ്പൊ അവിടെ ഒരു ഇടിയാവും. അപ്പൊ അതിനെക്കാട്ടും നല്ലത് ഒരാൾ ജോലിക്ക് പോയാൽ പോരെ. ആ ഒരു മെന്റാലിറ്റി ഉള്ള ഒരാളെ. അതുകൊണ്ടാണ് വിവാഹം കഴിക്കാതെ ഇത്ര നാളും പോയത്. അതെ. വിവാഹം കഴിച്ചാലും ജോലിക്ക് വിടാൻ സാധ്യതയില്ല. ഒരു പെൺകുട്ടി ഇപ്പൊ ജോലിക്ക് പോകാൻ താല്പര്യമില്ലാത്ത വിവാഹം കഴിക്കാൻ ഇപ്പൊ ഒരു പെൺകുട്ടി വന്ന് പ്രപ്പോസ് ചെയ്തായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ജോലി ഉണ്ട് ആ പെൺകുട്ടിക്ക്, അപ്പൊ അത് കളയേണ്ടി വരും കേട്ടോ എന്ന് പറഞ്ഞു. അല്ല, അത് കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് സംഭവം. നമ്മള് രണ്ടുപേരും ഇങ്ങനെ വരുമ്പോഴേ അങ്ങനെ ചെയ്യണ്ട. ഇപ്പൊ ചില ഭർത്താക്കന്മാര് ഭാര്യമാരെ പണിക്ക് വിട്ടിട്ട് ചില ഭർത്താക്കന്മാര് വീട്ടിലിരിക്കുന്നവരുണ്ട്. പക്ഷെ ആ കൂട്ടത്തിൽ നമുക്ക് പറ്റില്ല. അത് ഞങ്ങള് നേരെ തിരിച്ചാണ്.
അതായത് ഭാര്യ ഭാര്യ വീട്ടിലിരുന്നോട്ടെ, താങ്കള് പണിയെടുത്ത് പിന്നെ എന്റെ അമ്മയുണ്ടല്ലോ, എന്റെ അമ്മയുടെ ഒക്കെ വർത്തമാനം പറഞ്ഞ നമുക്ക് ഇരിക്കല്ല. ഞാൻ രാവിലെ പണിക്ക് പോയി കഴിഞ്ഞാൽ ലോജിക്കലി നോക്കുമ്പോ കൊള്ളാം. അതെ, ആ പെൺകുട്ടീനെ കഷ്ടപ്പെടുത്താതെ വീട്ടിലിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ. താങ്കൾ കല്യാണം കഴിഞ്ഞാൽ ഭാര്യനെ പണിക്ക് വിടും? അല്ല, ഞാൻ അവരുടെ ഇഷ്ടം എന്താണോ അതാണ് ചോദിച്ചത്. ഞാനതാ പറഞ്ഞ. അതായത് ഇപ്പൊ താങ്കൾ കല്യാണം കഴിക്കുന്ന ഒരാൾക്ക് ജോലിക്ക് പോകാൻ താല്പര്യമുണ്ട്, എന്നിട്ട് താങ്കൾ വിടാതിരിക്കുമ്പോ അതൊരു അടച്ചിടലാണ്. പക്ഷെ ആൾക്കും ജോലിക്ക് പോകാൻ താല്പര്യം ഇല്ല, താല്പര്യമില്ലാത്തൊരു പെൺകുട്ടീനെ ഞാൻ നോക്കണം. അതാ ഞാൻ പറഞ്ഞത്. കാര്യം ജോലിക്ക് പോകാൻ താല്പര്യം, നമ്മുടെ വീട്ടിലെ കാര്യമൊക്കെ നോക്കി നമ്മുടെ കാര്യമൊക്കെ നോക്കി നിക്കണം, അതാണ് എന്റെ ഒരു മൈൻഡ്. അല്ലാതെ രണ്ടുപേരും കൂടി പണിക്ക് പോയാൽ ശരിയാവൂല. നല്ല ചോദ്യം. അടുത്ത ചോദ്യം.